നമ്മുടെ മലയാള സിനിമ ലോകം മുഴുവൻ എത്തിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിന് നല്ലൊരു പങ്ക് വഹിച്ചിട്ടുള്ള എല്ലാ മീഡിയ സുഹൃത്തുക്കളും ഇവിടെ ഉണ്ട്. അവ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു വന്നിട്ടുള്ള എല്ലാവരോടുമുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു. ഇതിനു മുമ്പും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഇവിടെ 200-300 മലയാള സിനിമകൾ സംഭവിക്കുന്നുണ്ട്. അതിനൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെയുള്ള അസോസിയേഷനുകളുടെ ഒക്കെ സപ്പോർട്ടാണ്. കാരണം നമ്മൾ എന്ത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് ചെന്ന് കഴിഞ്ഞാലും അവരതിനൊരു സൊല്യൂഷൻ, ഇവിടെയുള്ള എല്ലാ അസോസിയേഷന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ നമുക്ക് അതിനൊരു സൊല്യൂഷൻ തരാറുണ്ട്. അങ്ങനെ നമ്മുടെ ഇവിടെയുള്ള എല്ലാ അസോസിയേഷനുകളുടെയും അപെക്സ് ബോഡിയായ കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ പ്രസിഡന്റ് അനിൽ തോമസ് അനിലേട്ടനോടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുണ്ട്. അദ്ദേഹം വന്നതിന്റെയും സന്തോഷം രേഖപ്പെടുത്തുന്നു. നമ്മള് ഈ സിനിമ രാജസ്ഥാൻ മുതൽ ശ്രീലങ്ക വരെ പല സ്റ്റേറ്റിലും പല സ്ഥലങ്ങളിലായിട്ട് ഷൂട്ട് ചെയ്തതാണ്. അപ്പോ പല സമയത്തും 1500-2000 ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. ടെക്നിക്കൽ ക്രൂ ചിലപ്പോൾ 500 ടെക്നിക്കൽ ക്രൂവും ഫൈറ്റേഴ്സ് 300 പേരും അങ്ങനെയൊക്കെ ആയിട്ട് ഏകദേശം 3000 പേരുടെ അടുത്ത് പല സമയങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള അവസരത്തില് 3000 പേരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പല പല പരാതികളും വലുതും ചെറുതുമായ അനേകം പരാതികളും ഉണ്ടാവും. പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയും, നമ്മുടെ ഈ എൻ്റയർ ക്രൂവിൽ അല്ലെങ്കിൽ എൻ്റയർ ടീമില് ഒരു പരാതിയും ഇല്ലാത്ത ഒരാളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മേ ബി എക്സാഗ്രേഷൻ ആണെന്ന് തോന്നും. പക്ഷെ അല്ല, നമ്മുടെ ഈ എൻ്റയർ ടീമിൽ ഒരു പരാതിയും ഇല്ലാത്ത ഒരാളുണ്ട്. അത് വേറെ ആരുമല്ല, നമ്മുടെ സിനിമയുടെ ഹീറോ, ദ വൺ ആൻഡ് ഓൺലി ആര്യ സാർ. ആര്യ സാർ ആരോടെങ്കിലും വഴക്ക് കൂടിയിട്ടുണ്ടാവുമോ എന്ന് എനിക്ക് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ആര്യ സാറിന്റെ അടുത്ത് വഴക്ക് കൂടണം എന്ന് വിചാരിച്ചു ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സാധിക്കില്ല. കാരണം അദ്ദേഹം വളരെ സൗമ്യമായിട്ട് നമുക്ക് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാലോ, അല്ലെങ്കിൽ ഇപ്പൊ ചിലപ്പോൾ ഷൂട്ടിംഗ് നടക്കുന്നത് കാളകളുടെ ഒക്കെ ആയിരിക്കും ഷൂട്ടിംഗ് നടക്കുന്നത്, എന്നാലും അദ്ദേഹം പറയും ഞാൻ വെയിറ്റ് ചെയ്യാം. അങ്ങനെയുള്ള ഒരു വലിയൊരു മനസ്സിന്റെയും അങ്ങനത്തെ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ആര്യ സാറ്. ഈ സിനിമയുടെ ഇനീഷ്യൽ ഡിസ്കഷൻ നടക്കുമ്പോൾ തന്നെ നമ്മുടെ റൈറ്ററായ മുരളീചേട്ടൻ, ഡയറക്ടർ കൃഷ്ണകുമാരേട്ടൻ, നമ്മുടെ പ്രൊഡ്യൂസർ വിനോദേട്ടനും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ സിനിമയുടെ ഹീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീസ് എ തമിലിയൻ എന്നുള്ളതായിരുന്നു. അപ്പോ ഇവർക്ക് 3 പേർക്കും അതിന് വേറെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല ആരായിരിക്കണം. കാരണം ഇതൊരു ആക്ഷൻ പാക്ട് പൊളിറ്റിക്കൽ ത്രില്ലറാണ്. അപ്പൊ ആരായിരിക്കണം ഇതിന്റെ ചോയ്സ് എന്നുള്ളതിന് ആർക്കും ഒരു സംശയം ഉണ്ടായിരുന്നില്ല. അത് എല്ലാവരും ഒറ്റ ചോയ്സ് ആയിരുന്നു, അത് ആര്യ സാറായിരുന്നു ആ ചോയ്സ്. അതുപോലെ തന്നെ ഈ സിനിമയുടെ ഇതിന്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ഷോൾഡറിലാണ്. അദ്ദേഹം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ അദ്ദേഹം ഇവിടെയുണ്ട്. നമ്മുടെ ഈ സിനിമയുടെ ട്രെയിലർ ലോഞ്ചിന് ക്ഷണിക്കാനായിട്ട് ഞാൻ ദിലീപേട്ടന്റെ അടുത്ത് പോയിരുന്നു. കാരണം നമ്മുടെ എല്ലാ ഫംഗ്ഷനും മിനി സ്റ്റുഡിയോസിന്റെ ആണെങ്കിലും ഗോകുലം മൂവീസിന്റെ ആണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും വന്ന് പങ്കെടുക്കുന്ന ഒരാളാണ് ദിലീപേട്ടൻ. വിളിച്ചില്ലെങ്കിലാണ് ദിലീപേട്ടന് വഴക്ക് വരുന്നത്. പക്ഷെ ഇന്ന് ചില തിരക്കുള്ള ദിലീപേട്ടന് എത്താൻ പറ്റിയില്ല. അപ്പൊ ദിലീപേട്ടന്റെ അടുത്ത് ഞാൻ ചെന്ന് ഈ ഫംഗ്ഷനെ വിളിക്കാൻ വേണ്ടി ചെന്നു. എന്നിട്ട് ഞാൻ ദിലീപേട്ടന് നമുക്കന്നൊരു ട്രെയിലറിന്റെ ഒരു റഫ് കട്ട് ഉണ്ടായിരുന്നു. ആ റഫ് കട്ട് ഞാൻ ദിലീപേട്ടനെ കാണിച്ചു. അപ്പോ ദിലീപേട്ടൻ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് നോക്കിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ പറഞ്ഞു, മുരളിയുടെ കയ്യിൽ ഒത്തിരി സംഭവങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. മുരളിച്ചേട്ടന്റെ കയ്യിൽ ഒത്തിരി സംഭവങ്ങൾ മാത്രമല്ല, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും നമ്മൾ എന്തെങ്കിലും ഡൗട്ടുകളോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ചെറിയൊരു പോസ്റ്ററിന്റെ പ്രൂഫ് റീഡിങ്ങിനായിരിക്കും മുരളിച്ചേട്ടന് കൊടുക്കുന്നത്. മുരളിച്ചേട്ടൻ ഒരു സ്റ്റുഡിയസ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റിന്റെ കയ്യിൽ നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര കോംപ്ലക്സ് മാത്സ് ആണെങ്കിൽ അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങളാണെങ്കിലും ഭയങ്കര എക്സൈറ്റ്മെന്റോട് കൂടി പറഞ്ഞു തരുന്ന രീതിയിൽ ഞങ്ങളുടെ എൻ്റെ ടീമിന്റെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഞങ്ങൾക്കൊരു ഗൈഡൻസും ഞങ്ങളുടെ ഒരു വലിയേട്ടനാണ് മുരളിച്ചേട്ടൻ. മുരളിച്ചേട്ടനും ഇവിടെയുണ്ട്. മുരളിച്ചേട്ടനും ഇവിടെയുള്ള എന്റെ സന്തോഷം രേഖപ്പെടുത്തുന്നു. നമ്മുടെ ഡയറക്ടറെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹിസ് എ പേഴ്സൺ വിത്ത് ഇമ്മൻസ് എനർജി ആൻഡ് ഡെഡിക്കേഷൻ എന്ന് പറയേണ്ടി വരും. അദ്ദേഹത്തിന്റെ ഒരു വിഷനും അദ്ദേഹത്തിന്റെ എൻ്റെ ഈ സിനിമ മുരളിച്ചേട്ടനെ എഴുതിയതിന്റെ ഒരു 10 മടങ്ങായിട്ട് അദ്ദേഹം ഇത് നിങ്ങൾക്കൊരു വിഷ്വൽ ട്രീറ്റ് തരും എന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. കൃഷ്ണകുമാരനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൃഷ്ണകുമാരന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല, സിനിമയുടെ A to Z. ഇപ്പൊ ചിലപ്പോൾ സെൻസറിന് ഒരു ഫയൽ കൊടുക്കുമ്പോഴായിരിക്കും അതിന്
അതിന് സപ്പോർട്ടീവായിട്ട് ഇന്ന ഡോക്യുമെന്റ്സ് വേണം, അല്ലെങ്കിൽ ഇന്ന ഫോർമാറ്റ് വേണം, അല്ലെങ്കിൽ കിട്ടുന്ന മ്യൂസിക്കിന് ചിലപ്പോ കൃഷ്ണവർദ്ധൻ പറയാം അതിന്റെ സ്റ്റെമ്മോ ഒന്നില്ലല്ലോ എന്ന്. അപ്പൊ നമ്മൾ ചോദിക്കും സ്റ്റെമ്മോ? അങ്ങനെയുള്ള എല്ലാ ടെക്നിക്കൽ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ് കൃഷ്ണനാരായണൻ. കൃഷ്ണനാരായണൻ ഇവിടെയുണ്ട്. കൃഷ്ണനാരായണൻ ഇവിടെയുള്ളതിന്റെ സന്തോഷം രേഖപ്പെടുത്തുന്നു. നമുക്ക് പറഞ്ഞ പോലെ രാജസ്ഥാൻ മുതൽ ശ്രീലങ്ക വരെ നമ്മൾ ഷൂട്ട് നടക്കുന്ന പല സ്ഥലങ്ങളിലും, രാജസ്ഥാനിലൊക്കെ നടക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ നല്ല പാകിസ്ഥാൻ ബോർഡറൊക്കെയാണ് ഷൂട്ട് ചെയ്തിരുന്നത്. അതൊക്കെ കാണാൻ ഒത്തിരി ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെയാണ്. അപ്പോൾ അവിടെയൊക്കെ ഷൂട്ട് നടക്കുമ്പോൾ ചിലപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പൊടിക്കാറ്റൊക്കെ അടിച്ച് കണ്ണിലും മൂക്കിലും ഒക്കെ പൊടിയൊക്കെ അടിച്ചു കയറുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് വിജയരാജേട്ടനൊക്കെ ഏകദേശം എനിക്ക് തോന്നുന്ന 13 ദിവസത്തോളം അവിടെ ഷൂട്ടുണ്ടായിരുന്നു. അപ്പോൾ വിജയരാജേട്ടൻ ഒരു പ്രാവശ്യം പറയുണ്ടായി, നിങ്ങൾ എന്നെ ഈ പ്രായത്തിൽ കൊല്ലാൻ വേണ്ടിയിട്ടാണോ ഇവിടെ കൊണ്ടുവന്നത്? വിജയരാജേട്ടൻ ചിരിച്ചുകൊണ്ടാണ് ചോദിച്ചത്. അദ്ദേഹത്തിന് ഇവിടെ എത്താൻ പറ്റിയിട്ടില്ല. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ വയനാടൊക്കെ ഷൂട്ട് എടുക്കുമ്പോൾ അത് 5 മണിക്ക് ഷൂട്ട് നിർത്തണം. പക്ഷെ നമ്മൾ സാധാരണ ഷൂട്ടിംഗ് സ്റ്റോപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 8 മണിയൊക്കെ ആകുമ്പോഴാണ്. അപ്പോൾ ഒരു പ്രാവശ്യം ഫോറസ്റ്റ് റേഞ്ചർ പറഞ്ഞു, ഇത് കടുവയും ആനയൊക്കെ സ്ഥിരം അങ്ങനെയുള്ള ഒരു കാടാണ്, അവിടെയൊക്കെ ആയിരുന്നു നമ്മുടെ ഷൂട്ടിങ്. നമ്മൾ ഒരു പ്രകാരത്തിന് രാവിലെ 6 മണിക്കൊക്കെ ഒരു ചെറിയൊരു കയറ്റമുള്ള ഒരു സ്ഥലത്തൊക്കെ ആയിരുന്നു ഷൂട്ടിംഗ് ഉള്ളത്. അവിടെ നമ്മൾ കഷ്ടപ്പെട്ട് അവിടെ എത്തുമ്പോൾ അത് അവിടെ ഓൾറെഡി ജയിൻജി ഞാനിവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രൻ സേനൊക്കെ ഇവിടെ ഓൾറെഡി ഉണ്ടാവും. ഈ പ്രായത്തിലും ഇന്ദ്രൻ സേനന്റെ ഒക്കെ ഒരു ഈ സിനിമയോടുള്ള പാഷനും ഡെഡിക്കേഷനും ഒക്കെയാണ് ഇങ്ങനെ മലയാളത്തിൽ ഇതുപോലെയുള്ള സിനിമകളും അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആർട്ടിസ്റ്റുകളുടെ ഡെഡിക്കേഷനും ഒക്കെയാണ് നമുക്ക് ഇങ്ങനെയുള്ള മലയാള സിനിമകൾ നമുക്ക് തരുന്നത്. ഈ സിനിമ ഒരു വിഷ്വൽ ട്രീറ്റ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു മ്യൂസിക്കൽ ട്രീറ്റ് കൂടിയായിരിക്കും. കാരണം മറ്റൊന്നുമല്ല, ഈ സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സംഗീതത്തിലെ മാന്ത്രികൻ ബി അജിനേഷ് ലോഹനാഥ് സാറാണ്. അജിനേഷ് സാർ ഇവിടെ ഉണ്ട്. ഞങ്ങൾക്ക് യു ആർ എ മലയാളി സാർ. സാറ് പറയും ഞാൻ ബോൺ ആൻഡ് ബോട്ടപ്പ് ഇൻ കർണാടക എന്നൊക്കെ. അജിനേഷ് സാറിന്റെ ഗ്രാൻഡ് ഫാദർ ഹീസ് ഫ്രം പാലക്കാട്. അപ്പോ സാറിന്റെ ഗ്രാൻഡ് ഫാദർ പണ്ട് ചെയ്ത മ്യൂസിക് ഒക്കെ റീക്രിയേറ്റ് ചെയ്തതിനെ കുറിച്ചൊക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റോടുകൂടി അജിനേഷ് സാർ പറയാറുണ്ട്. ആൻഡ് അപ്പൊ അദ്ദേഹത്തിന് ഉറങ്ങി എണീക്കുന്നതും സംഗീതം, കിടന്നോ ഉറങ്ങുന്നവരെ സംഗീതം, രാവിലെ മുതൽ വൈകുന്നേരം വരെ അല്ലെങ്കിൽ 24 hours ഉണ്ടെങ്കിൽ ആ 24 hours അദ്ദേഹത്തിന് സംഗീതം മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു സോഫ്റ്റ് സ്പോക്കൺ ഹംബിൾ ഡൗൺ ടു എർത്ത് പേഴ്സൺ ആണ് അജിനേഷ് സാർ. സാർ ഇവിടെയുണ്ട്. നമ്മുടെ എല്ലാ ആർട്ടിസ്റ്റുകളും, ദേവ് ഇവിടെയുണ്ട്, ശാന്തിയുണ്ട്, ശരത് ഉണ്ട്, സാബുചാനുണ്ട്, എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാ ആർട്ടിസ്റ്റുകളും, അഞ്ജലി, എല്ലാവരും ഇവിടെയുണ്ട്. ദൈവമൊക്കെ അവരെ എല്ലാം ഒരു ഒരു ഭയങ്കര പല ദിവസങ്ങളിലെ ഏകദേശം 150 ദിവസത്തോളം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ ഭയങ്കര എഫോർട്ടും. ശരത്തും ഞാനും ഇതിനു മുമ്പ് 10 വർഷം മുമ്പ് അങ്കാവലി ഡയറീസിലാണ് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചത്. പിന്നെ ഇതിൽ ഈ സിനിമയിലാണ് പിന്നെ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ളത്. ശാന്തിയെ കുറിച്ച് നിങ്ങൾ ആരോടും പറയേണ്ട കാര്യമില്ല. ലോക സിനിമ എന്ന ഒരു ലോകാത്ഭുതമായ ഒരു സിനിമയുടെ റൈറ്ററാണ് ശാന്തി. ശാന്തി ഒരു റൈറ്റർ മാത്രമല്ല, ഒരു ഇന്റൻസ് പെർഫോമർ കൂടിയാണ്. ചില സമയത്ത് കൃഷ്ണനാരായണൻ പറയുണ്ടായി, ശാന്തിയുടെ ഒരു ഷോട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം അത്രയ്ക്കും ഒരു ഇന്റൻസ് പെർഫോമൻസ് ആയിരിക്കും. അപ്പോ ചില സമയത്ത് നമുക്ക് ശരിക്കും പറഞ്ഞിട്ടില്ല. അപ്പോ അങ്ങനെയുള്ള ഒത്തിരി ആർട്ടിസ്റ്റുകൾ, നമുക്ക് തെലുങ്കിൽ നിന്ന് സുനിൽ സാർ, അജയ്, കന്നഡയിൽ നിന്ന് അച്യുത് കുമാർ, അങ്ങനെ അനേകം ആർട്ടിസ്റ്റുകളും, അങ്ങനെ ഒത്തിരി പേരുടെ പെർഫോമൻസും, ഒത്തിരി ടെക്നീഷ്യൻസ്, ആർട്ട് ഡയറക്ടർ രഞ്ജിത്ത് കൊത്തേരി, രഞ്ജിത്ത് ഇവിടെയുണ്ട്. നമ്മുടെ കൺട്രോളർ പ്രണവ് ഇവിടെയുണ്ട്. പ്രണവിനൊന്നും ഇനി ഒരു ബോളിവുഡ് സിനിമയോ ഒന്നും ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടല്ല, കാരണം എല്ലാ ലാംഗ്വേജിലുള്ള ആളുകളെയും പ്രണവ് സിനിമയിൽ തമിഴ്, തെലുങ്ക്, ഉറുദു, മലയാളം, ഹിന്ദി, അങ്ങനെയുള്ള എല്ലാ ലാംഗ്വേജിലുള്ള ആർട്ടിസ്റ്റിനെ ആണെങ്കിലും ടെക്നീഷ്യൻസിനെ ഒക്കെ ആണെങ്കിലും ഹാൻഡിൽ ചെയ്ത്, ഇനി എനിക്ക് തോന്നുന്ന പ്രണവിനൊന്നും ഒരു കോംപ്ലിക്കേഷൻ അല്ല എത്ര വലിയ സിനിമയാണ്. അങ്ങനെയുള്ള എല്ലാ ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റിന്റെയും ഒരു കോർഡിനേറ്റഡ് എഫോർട്ടാണ് ഈ മൂവി. നമുക്ക് ഇനിയുള്ള കാര്യങ്ങളിൽ നമുക്ക് നമ്മുടെ ആർട്ടിസ്റ്റിനോ എല്ലാവരെയും ചെറിയ സംസാരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരെയും വിളിക്കാമെന്ന് തോന്നുന്നു. ഒരുപാട് സമയം ദീർഘിപ്പിക്കുന്നില്ല. വന്നിട്ടുള്ള എല്ലാ ആർട്ടിസ്റ്റുകളെയും, ടെക്നീഷ്യൻസിനെയും, മീഡിയയും, എല്ലാ സുഹൃത്തുക്കളെയും ഒന്നും കൂടെ വന്നതിന്റെ സന്തോഷം രേഖപ്പെടുത്തുന്നു. 2 വാക്ക് സംസാരിക്കാനായി
ആരിഫ് സാറിനെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചു. ഫസ്റ്റ് ടൈം ഒരു മലയാളം ഫിലിമിൽ വന്നിട്ട് ഒരു ഹീറോ ആയിട്ട് ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. കുറെ പടങ്ങൾ ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പടത്തിൽ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ്, ഉർമി, ഡബിൾ ബാരൽ, ഗ്രേറ്റ് ഫാദർ, അങ്ങനത്തെ പോലുള്ള പടത്തിൽ ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു കറക്റ്റായ ഒരു മലയാളം പടം ചെയ്യണം, അത് കറക്റ്റായ ഓഡിയൻസിന് റീച്ച് ആവണം, അതിന് വെയിറ്റ് ചെയ്തിട്ട് കുറെ കാലമായി. ഇപ്പോൾ ഇത് കറക്റ്റായ ഒരു പടം എനിക്ക് കിട്ടി. സോ അത് ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. താങ്ക്സ് ടു മുരളി ഗോപി സർ ആൻഡ് കൃഷ്ണകുമാർ സർ. ഈ സ്ക്രിപ്റ്റ് എന്നോട് പറഞ്ഞ ഉടനെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫ് കേട്ട ഉടനെ ഞാൻ ഡിസൈഡ് ചെയ്ത് ഞാൻ വന്ന് ഈ പടം എന്തായാലും ചെയ്യണമെന്ന്. വൺ തിങ് ഇസ് ദാറ്റ് ഈ ദ സ്ക്രിപ്റ്റ് ഡിമാൻഡഡ് ലോട്ട് ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ ദ ഫിലിം. ഇപ്പോൾ കാണുന്ന എല്ലാ ആർട്ടിസ്റ്റും, വിജയരാഘവൻ സർ, ഇന്ദ്രൻ സർ, ദേവമോഹൻ, മുരളി ചേട്ടൻ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, പണി ശരത്, ശാന്തി, എവറിബഡി, ഓൾ ദ ക്യാരക്ടേഴ്സ് ഇൻ ദ ഫിലിം വെരി ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ. മുരളി സാറിന്റെ റൈറ്റിംഗ് ഒക്കെ വെച്ചാൽ എല്ലാം ഒவ்வொரு ക്യാരക്ടറും വന്നിട്ട് വളരെ ഡെപ്തിൽ എഴുതിയ ക്യാരക്ടേഴ്സാണ്. ആ ക്യാരക്ടേഴ്സിന്റെ കൂടെ ഈ വെട്രി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, ഒരു തമിഴ് ക്യാരക്ടർ, അവരെ ലൈഫിൽ വരുന്ന അതിന് ശേഷം അവിടെ നടക്കുന്ന ഒരു സംഭവങ്ങൾ, അവര് തമ്മിലുള്ള ഒരു കെമിസ്ട്രി, അവരെ ലൈഫിൽ വരുന്ന ചേഞ്ചസ്, ഇങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഡ്രോപ്പിലുള്ള ഒരു പ്രോപ്പർ ആക്ഷൻ ഡ്രാമ ഒരു ഫിലിം. സോ ഐ തോട്ട് ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് മലയാളത്തിൽ ഒരു ഹീറോ ആയിട്ട് ലോഞ്ച് ചെയ്യാനുള്ള ഒരു പടം. എന്നെ പോലെ ഈവൻ അജനീഷ് ഈസ് ഗെറ്റിംഗ് ലോഞ്ച്ഡ് ഇൻ this film. so very happy brother, we both are getting launched. So because ee padathil, like I said, the music is a very important part of the film. So I think Krishnamma sir vanna ee padam panna shesham, I think first choice was namakku Ajinish next ee padathil music cheyanam, Kantara effect vanam. So that was the thing. And Yuva, the cameraman, rendu moonu padam cheyidittunde. So I knew what Yuva is capable of. ഒരു വെരി ആർട്ടിസ്റ്റിക് പേഴ്സൺ, നല്ലൊരു ക്യാമറാമാൻ, വെരി എഫിഷ്യൻറ്റ് ക്യാമറാമാൻ, വെരി എക്സ്പെരിമെൻറ്റിങ് ക്യാമറാമാൻ. സോ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വളരെ ധൈര്യമായിട്ട് ചെയ്യുന്ന ഒരു ക്യാമറമാനാണ് യുവ. ആൻഡ് ആർ ഡയറക്ടർ രഞ്ജിത്ത്. സോ ആൻഡ് സൗണ്ട്, ഇപ്പോൾ ഈ ട്രെയിലർ കാണുമ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം മിക്സ് ചെയ്തിട്ട് കാണുന്നത് വിഷ്ണു സിയർ. Fantastic work, brothers. Really loved it. And your editor Rohit. So ഒരു ഭയങ്കര ഒരു highly qualified, highly talented technical ടീമാണ് ഈ പടം ചെയ്തിട്ടുള്ളത്. സോ മുരളി സാർ എഴുതിയ സ്ക്രിപ്റ്റ് വളരെ വാസ്റ്റ് ആയ ഒരു സ്ക്രിപ്റ്റാണ്. സോ ദാറ്റ് ആ സ്ക്രിപ്റ്റ് പ്രോപ്പറായി സ്ക്രീനിലേക്ക് ട്രാൻസ്ലേറ്റ്, ഹാറ്റ്സ് ഓഫ് ടു കൃഷ്ണകുമാർ സർ. ഇറ്റ്സ് നോട്ട് ഈസി. വാട്ട് മുരളി സാർ എഴുതുന്നത് കറക്റ്റായി ആ ഫീലിൽ, ആ ഇമോഷനിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. ആൻഡ് ഇതിൽ പ്രശ്നം എന്ന് വെച്ചാൽ മുരളി സാർ എവറി ഡേ ഷൂട്ടിങ് വരും. ഷൂട്ടിങ് വന്നിട്ട് ആ സീൻ അത് എഴുതിയ പോലെ അത് ട്രാൻസ്ഫർ ആയിട്ടുണ്ടോ, അത് ഇമോഷൻ കൺവേർട്ട് ആയിട്ടുണ്ടോ എന്ന് ഹിൽ ചെക്ക്. ഇപ്പോൾ മുരളി സാർ ഇല്ലാത്ത സീനിലും വന്ന് ഞാൻ അഭിനയിക്കുമ്പോൾ മുരളി സാർ വന്ന് പറയും, ഇല്ല ഞാൻ എഴുതിയത് ഇങ്ങനെയാണ്, ഇനി ഈ റിയാക്ഷൻ കൊടുക്കുക, അങ്ങനെ പറഞ്ഞിട്ട്. സോ ആ ഒരു ഇൻവോൾവ്മെന്റ്, ആ ഒരു കെയർ, ആ ഒരു എഴുതിയത് ഇത്ര ദൂരം നമ്മ ഓഡിയൻസിനെ റീച്ച് ആവണമെന്നുള്ള ഒരു പെർഫെക്ഷനിസ്റ്റ് ആണ് രണ്ടുപേരും. സോ താങ്ക് യു സർ. ഐ എം റിയലി ബ്ലെസ്ഡ് ഇങ്ങനെ ഒരു പടം ചെയ്യാനില്ല. എൻ്റെ ക്യാരക്ടറിന് പെർഫോമൻസ് വൈസ് ഐ തിങ്ക് വാട്ട് എവർ ഐ ഡിഡ്, കൃഷ്ണ മേഡ് ഇറ്റ് ബെറ്റർ ലൈക്ക് 3-4 times ഈസിലി. സോ എൻ്റെ മാത്രമല്ല എല്ലാ ക്യാരക്ടേഴ്സിനെയും ഭയങ്കരമായിട്ട് ഫോളോ ചെയ്തിട്ട് വളരെ സ്ട്രെയിനുവസ് ആയ ഷൂട്ടിംഗ് ആയിരുന്നു ഷൂട്ടിംഗ് ടൈമിൽ. ബട്ട് കൃഷ്ണകുമാർ സർ ഇസ് നെവർ ഫെൽറ്റ് സ്ലീപ്പി ഓർ ടയർഡ് ഓർ നത്തിങ്. 24 hours എനർജിയിൽ ഇരിക്കുന്ന ഒരേ ആള്. ഫുൾ നൈറ്റ് ഷൂട്ട് ചെയ്ത് രാവിലെ 5 o'clock ലാസ്റ്റ് ഷോട്ടിൽ നമ്മൾ ടയർഡായിട്ട് ഇരിക്കുമ്പോൾ സർ ഇത് 1 more ഇതിന്റെ ജസ്റ്റ് ഒരു ബെറ്റർമെന്റ് ഒന്ന് കിട്ടുന്നത് നമുക്ക് ഒരു ഷോട്ട് പോവുക. സോ നമ്മൾ പൊതുവെ എല്ലാവരും ഷൂട്ടിംഗ് ടൈമിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു മാറ്റർ, എങ്ങനെയാണ് ഈ കൃഷ്ണകുമാർ സാറിന് ഇത്രയും എനർജി, സോ ഡെഡിക്കേറ്റഡ് ടു ഹിസ് ക്രാഫ്റ്റ്. സോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ ഒരു അത്രയും സ്നേഹിച്ച് അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന
ഒരു ഡയറക്ടറാണ് കൃഷ്ണകുമാർ. സോ അതിന്റെ ഔട്ട്പുട്ടാണ് ഇപ്പൊ യു ആർ സീയിങ് ഓൺ സ്ക്രീൻ. സോ ഇപ്പൊ ഞാൻ പടം കാണുമ്പോഴും ഇതേ ഇന്റൻസിറ്റിയിൽ ഇതേ സ്കെയിലാണ് ഫുൾ പടം ഉണ്ടായിരുന്നു. സോ ഒരു സീനും ഒരു ഷോട്ട് പോലും നമ്മൾ ഈസി ആയിട്ട് എടുക്കണം. അത് ഒவ்வொരു ഷോട്ടും എന്തെങ്കിലും ഒരു കഥ കൺവേ ആവണം, ആ റൈറ്റിങ്ങിനില്ല ഒരു പേസ് കൺവേ ആണെന്നില്ല തോട്ടോട് കൂടിയാണ് എല്ലാ ഷോട്ടും എടുത്തിട്ടുള്ളത്. സോ ഐ തിങ്ക് വെരി ഹാപ്പി വിത്ത് ദ ഔട്ട്പുട്ട്. സോ and thanks to my friend and my brother Vinod Kumar for making this film. ഇത്രയും പൈസ എടുത്തിട്ട് ഇത്രയും വലിയൊരു പടം മലയാളത്തിൽ ചെയ്യാൻ, അത് ഞാൻ ഫസ്റ്റ് ടൈം ഒരു ഹീറോ ആയിട്ട് ചെയ്യുന്നത്. ഐ തിങ്ക് നോബഡി വിൽ ഡു ഇറ്റ്. സോ അവനിക്ക് he had the confidence on Murali sir and Krishnakumar sir. So all his confidence എന്തായാലും അതൊരു വലിയൊരു സക്സസ്സിൽ കൊണ്ടുപോയി നിൽക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സെയിം ടൈം ഗോപാലൻ സർ, ഗോകുലം ഫിലിംസ്, ഇറ്റ്സ് എ ഹ്യൂജ് സപ്പോർട്ട് ഫോർ ദിസ് ഫിലിം. ഇപ്പോൾ ഇത്രയും വലിയ പടം ഒരു കറക്റ്റായ റിലീസ്, കറക്റ്റായ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഗോകുലം സാർ കെയിം ഫോർവേഡ്, സോ ദ ഫിലിം. അവർ വളരെ ഇഷ്ടപ്പെട്ട് ഇത് എന്തായാലും നമ്മൾ ചെയ്യണം, നമ്മൾ ബാനറിൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ചെയ്യുന്ന പടമാണത്. സോ താങ്ക്സ് ടു ഗോപാലൻ സാർ ഫോർ സപ്പോർട്ടിങ് us and looking forward to a great release. Thank you. സദസ്സിലുള്ള എല്ലാവർക്കും നമസ്കാരം. വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് എല്ലാവർക്കും. ഞാനും അനന്തൻകാട്, എനിക്കും ഒരു വലിയ ക്യാരക്ടറാണ്. എല്ലാ നടന്മാർക്കും ഒപ്പം നിർത്താൻ നിൽക്കാൻ ത്രാണിയുള്ള ഒരു കഥാപാത്രം തന്നിട്ടുണ്ട്. അത് ഒരുപാട് ദിവസത്തെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. പടത്തിനെല്ലാം വിജയവും ആശംസിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. ഭയങ്കര സർപ്രൈസിംഗ് ആയിട്ടാണ് ഈ സിനിമയിലേക്ക് എനിക്ക് കോൾ വന്നത്. കൃഷ്ണകുമാരേട്ടൻ ടിയാന് ശേഷം ചെയ്യുന്ന സിനിമ എന്നാണ് പറഞ്ഞത്. ടിയാൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അപ്പോ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ കഥ കേൾക്കാൻ പോയത്. അവിടെ ചെന്നപ്പോ കൃഷ്ണകുമാരേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ടിയാന് ശേഷം ഞാനും മുരളിച്ചേട്ടനും ഒന്നിക്കുന്ന സിനിമയാണ്. അത് വേറൊരു സർപ്രൈസ് എലമെന്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറെ നേരം ടിയാനെ പറ്റി സംസാരിച്ചു. അത് കഴിഞ്ഞ് കൃഷ്ണകുമാരേട്ടൻ സിനിമയുടെ കഥ പറഞ്ഞു തുടങ്ങി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും മുരളിച്ചേട്ടൻ ജോയിൻ ചെയ്തു. പിന്നെ ചേട്ടനാണ് ആ കഥ പറഞ്ഞു തന്നത്. ചേട്ടന്റെ നരേഷൻ ഞാൻ ഇതുവരെ കേട്ടതിൽ ഏറ്റവും ബെസ്റ്റ് നരേഷനാണ്. നമ്മൾ വേറൊരു വേൾഡിലേക്ക് ഇങ്ങനെ കൊണ്ടുവരും. അപ്പൊ ചേട്ടനോട് പറഞ്ഞു, എനിക്ക് തരുന്ന കഥാപാത്രത്തിന്റെ പേര് മുരളി എന്നാണ്. അപ്പൊ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് സിനിമയിൽ എന്റെ പേര് അങ്ങനെ വിളിച്ച് കേൾക്കുന്നത് ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഈ സിനിമ നടക്കുന്നത് ട്രിവാൻഡ്രത്താണ്. അപ്പൊ ട്രിവാൻഡ്രത്തുകാരെ എങ്ങനെയാണ് മുരളിച്ചേട്ടനെ പണ്ട് വിളിക്കുന്നത് ആ രീതിയിൽ തന്നെ എനിക്ക് കേൾക്കണം എന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഈ സിനിമയിലെ ഓരോ ക്യാരക്ടേഴ്സിനെ പറ്റി ചേട്ടൻ പറഞ്ഞു. ആരിസാറി എന്ന ക്യാരക്ടർ ആണെങ്കിലും, ഇന്ദ്രൻ സേട്ടന്റെ ആണെങ്കിലും, ശരത്തിന്റെ ആണെങ്കിലും, ശാന്തിയുടെ, നിഖിലയുടെ. സോ അത്രയും കാസ്റ്റ് ആൻഡ് ക്രൂ ഉള്ള ഒരു വലിയ സിനിമയുടെ ഭാഗമാണെന്ന് അപ്പൊ തന്നെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. അപ്പൊ ആ റൂമിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഇതൊന്ന് ഒഫീഷ്യലി കൺഫേം ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെ ഞാൻ ഇരുന്നത്. അപ്പൊ ഞാൻ കൃഷ്ണകുമാറിന്റെ അടുത്ത് ചേട്ടാ ഇത് എനിക്ക് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതേ നമ്മളിത് ചെയ്യുന്നു. അപ്പൊ ചേട്ടൻ എന്നോട് പറഞ്ഞു, ഈ ക്യാരക്ടർ ദേവൻ ഇതേവരെ കണ്ട ഒരു ലുക്ക് ആൻഡ് ഫീൽ അല്ല നമ്മൾ പ്രസന്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. കാരണം ഈ കഥാപാത്രത്തിന്റെ ചുറ്റുപാട് അങ്ങനെയാണ്. അപ്പൊ ഞാനും ഭയങ്കര എക്സൈറ്റഡ് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം. കാരണം പൊതുവെ എല്ലാവർക്കും ഒരു ധാരണ എങ്ങനെയാണ് ഈ ഒരു ലുക്ക് ആൻഡ് ഫീലിലേക്ക് എന്നെ കൊണ്ടുവരാൻ പറ്റാവുന്നൊരു, ഞാനും അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ബിഫോർ ദാറ്റ്. അപ്പോ ഷൂട്ടിന് 2 ദിവസം മുമ്പ് നമ്മളൊരു ലുക്ക് ടെസ്റ്റ് പോലെ ചെയ്തു. അത് ഓക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഷൂട്ട് തുടങ്ങിയതിന്റെ സെക്കൻഡ് ഡേ ചേട്ടൻ എനിക്കൊരു സ്റ്റിൽ ഫോട്ടോ കാണിച്ചു തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇതാണ് ഞാൻ ഉദ്ദേശിച്ച കഥാപാത്രം, ഇതിനെ ഒന്ന് ഫോളോ ചെയ്ത് പോയാൽ മതി. അതൊരു വലിയൊരു സപ്പോർട്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ജേർണിയിൽ. ആൻഡ് ഒരു വലിയ സിനിമയുടെ ഭാഗമാകുമ്പോൾ എപ്പോഴും ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് പ്രത്യേകിച്ച് മുരളിച്ചേട്ടൻ്റെ ഒരു സ്ക്രിപ്റ്റില് വളരെ ഡെപ്തുള്ള ഒരു കഥാപാത്രം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ അനുഗ്രഹം കൂടിയാണ്. സോ എ ബിഗ് താങ്ക്സ് ടു ചേട്ടാ, മുരളി ചേട്ടാ ആൻഡ് കൃഷ്ണകുമാരേട്ടാ ഫോർ കോളിംഗ് മീ. പിന്നെ ഇന്ദ്രൻ സേനായിട്ട് ഇതിനു മുമ്പ് ഞാൻ 1-2 സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പോ കുറച്ചു നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ എന്നോട് ചോദിച്ചു, എന്താണ് അനന്തൻകാട് സിനിമ ചെയ്യുന്നതിൽ എൻ്റെ ഇടയിൽ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുണ്ടായ ഒരു കാര്യം എന്ന് ചോദിച്ചു. അപ്പോ ഒരു ദിവസം
ഇന്ദ്രൻ സേനും ഞാനും ഒരേ ക്യാരവന്റെ 2 ഡോർസ് ആണ് ഷെയർ ചെയ്തിരുന്നത്. അപ്പൊ ഞങ്ങളുടെ നടുക്കൊരു ഡോറുണ്ട്, അത് എപ്പോഴും ഓപ്പൺ ആയിട്ടാണ് കിടക്കാറ്. അപ്പൊ ഒരു ദിവസം ഞാനിങ്ങനെ നോക്കുമ്പോൾ ഇന്ദ്രൻ സേട്ടൻ എന്തോ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന കാണുന്നു. അപ്പൊ ഞാൻ എന്റെ ഫോണിൽ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തോണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ചേട്ടൻ്റെ അടുത്തേക്ക് പോയി. അപ്പൊ ചേട്ടൻ പറഞ്ഞു, ഇത് ഇവിടെ ജസ്റ്റ് ഒന്നും ഇങ്ങനെ സ്റ്റിച്ച് വിട്ടു, അത് ഞാൻ സ്റ്റിച്ച് ചെയ്യാണ്. അവിടുന്ന് ഞങ്ങളിങ്ങനെ പഴയ കാലത്തെ സിനിമകളിൽ എങ്ങനെയായിരുന്നു കോസ്റ്റ്യൂം ചെയ്തിരുന്നത്, അതെല്ലാം ചേട്ടൻ ഏകദേശം 100ഓളം സിനിമകൾക്ക് കോസ്റ്റ്യൂം ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ ഞാൻ വെറുതെ ഒരു കൗതുകത്തിന് ചോദിച്ചു, ചേട്ടാ എനിക്കൊരു ഷർട്ട് സ്റ്റിച്ച് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചു. പിന്നെന്താ, നിനക്ക് ഇഷ്ടമുള്ള ഒരു തുണി വെച്ചിട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്ത് തരാം എന്ന് പറഞ്ഞു. വെരി നെക്സ്റ്റ് ഡേ ഞാൻ ഒരു ക്ലോത്ത് വാങ്ങിച്ചു, ചേട്ടന് കൊടുത്തു. ചേട്ടൻ തന്നെ എല്ലാ മെഷർമെന്റും എടുത്തു. വെരി നെക്സ്റ്റ് ഡേ രാവിലെ എൻ്റെ അടുത്ത് പറഞ്ഞു, ദൈവം അവിടെ ഞാനൊരു സാധനം വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ ചേട്ടൻ തയ്ച്ചു തന്ന ഒരു ഷർട്ടായിരുന്നു. സോ അത് എത്രത്തോളം പേരുള്ളതാണെന്ന് എനിക്ക് പറയാനറിയില്ല. ഇന്ദ്രൻ സേട്ടാ, ബിഗ് താങ്ക്സ് ഫോർ ദാറ്റ്. അത് ഒരു ഏറ്റവും നല്ല ഒക്കേഷന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. സോ അതൊരു ഒരിക്കലും എനിക്ക് ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു മൂമെന്റ് ആണ്. താങ്ക് യു സോ മച്ച്. സോ ഏകദേശം ഒരു 120ഓളം ദിവസത്തെ ഷൂട്ട് ഉണ്ടായിരുന്നു ഈ സിനിമയിൽ. അത് എല്ലാവരുടെയും വലിയൊരു എഫേർട്ട് ഇതിന്റെ പുറകിലുണ്ട്. ഇനി നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത്. എല്ലാവരും സിനിമ കണ്ട് സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഒരു നന്ദി പറഞ്ഞത് കൊണ്ടാണ് എൻ്റെ വാക്കുകൾ ആരംഭിക്കുന്നത്. കാര്യം എന്നെ ഈ സിനിമയിലേക്ക്, എൻ്റെ ഈ കഥാപാത്രം എനിക്ക് നൽകി, എന്നെ വിശ്വസിച്ച് എന്നെ ഈ സിനിമയിലേക്ക് ക്ഷണിച്ചത് എൻ്റെ മുരളിച്ചേട്ടനാണ്. മുരളിച്ചേട്ടനോടാണ് ആദ്യം എനിക്ക് നന്ദി പറയേണ്ടത്. ചേട്ടാ, ഒരുപാട് നന്ദി. എൻ്റെ സിനിമയുടെ എൻ്റെ പ്രിയ സംവിധായകൻ കൃഷ്ണകുമാർ സാറിനോട് നന്ദി. പിന്നെ പ്രൊഡക്ഷൻ ഹൗസ്, മറ്റ് എൻ്റെ കോ ആക്ടേഴ്സ് ആര്യ സാർ, എല്ലാവർക്കും ഒത്തിരി സന്തോഷത്തിലാണ് ഞാൻ. എൻ്റെ കരിയറിലുള്ള ഞാൻ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറേ വർഷത്തിനിടയിൽ എൻ്റെ കരിയറിലെ ഏറ്റവും എൻ്റെ ഹൃദയത്തിനോട് ചേർത്തടിച്ചു വയ്ക്കുന്ന ഒരു ക്യാരക്ടറാണ് ജാക്സൺ എന്ന എൻ്റെ കഥാപാത്രം. ഉറപ്പായിട്ടും ഈ സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിലെ കഥാപാത്രങ്ങൾ, എല്ലാ കഥാപാത്രങ്ങളെയും നിങ്ങൾ സിനിമ കണ്ട് തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ നിങ്ങളെ ഓർമ്മകൾ ഉണ്ടാകുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. എൻ്റെ അങ്കമാലി ഡയറീസ് മുതൽ നിങ്ങളെല്ലാവരും എൻ്റെ പെർഫോമൻസ് കണ്ടതാണ്. അപ്പോൾ കുറേ കുറ്റങ്ങളും അല്ലെങ്കിൽ കുറേ നല്ലതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിലെല്ലാത്തിലും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഉറപ്പായിട്ടും ഈ സിനിമയ്ക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. എല്ലാവരുടെ സപ്പോർട്ടും പ്രാർത്ഥനയും കൂടെ തന്നെ കാണണം. ഞങ്ങൾ ഒരുപാട് പേരുടെ ഒരുപാട് നാളത്തെ കഷ്ടപ്പാടും ഒരുപാട് നാളത്തെ പ്രതീക്ഷയാണ് ഈ സിനിമ. അപ്പോൾ ഈ വരുന്ന 25-ാം തീയതി തിയേറ്ററുകളിൽ സിനിമ എത്തുമ്പോൾ അന്ന് തന്നെ അനന്തൻകാട് കണ്ട് നിങ്ങൾ അഭിപ്രായം പറയണം. ഒരിക്കൽ കൂടി ഈ സിനിമയിൽ എൻ്റെ കൂടെ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. നമ്മളുടെ അനന്തൻകാട് എന്ന മൂവിക്ക് വേണ്ടി ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ ഒത്തുചേർന്നിരിക്കുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ഏറെ സ്നേഹപൂർവ്വം നമുക്ക് ഇവർക്കും പ്രിയങ്കരിയായ അഞ്ജലി നായർ മാമിനെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഒരു വലിയ നല്ല കാസ്റ്റ് ആൻഡ് ക്രൂവിനോടൊപ്പം ഒരു റോൾ എനിക്കും ലഭിച്ചതിൽ ഒരുപാട് സന്തോഷം. അതും വെറുതെ ഒരു റോളല്ല, മുരളിയേട്ടൻ്റെ വൈഫിൻ്റെ റോളാണ്. അത് സോ ബ്ലെസ്ഡ് ടു. ദൃശ്യം 2-ൽ തന്നെ ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു അദ്ദേഹത്തിനോടൊപ്പം ആ ക്യാരക്ടർ ചെയ്തതിൽ. ബട്ട് അതിനുശേഷം ഇങ്ങനത്തെ ഒരു കഥാപാത്രം എന്നെ വിശ്വസിച്ച് തന്ന മുരളിയേട്ടനും കൃഷ്ണകുമാരേട്ടനും ഫുൾ കാസ്റ്റ് ആൻഡ് ക്രൂവിന് ഒരുപാട് സന്തോഷം. ആൻഡ് ആസ് വി ഓൾ സെഡ്, 25ന് ഈ സിനിമ റിലീസാകുമ്പം എല്ലാവരും വരണം, കാണണം, അഭിപ്രായം അറിയിക്കണം, വിജയിപ്പിക്കണം. താങ്ക് യു സോ മച്ച്. ഗുഡ് ഈവനിങ്. ഇതുപോലെ ഒരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. കുറേ നാളുകൾക്ക് ശേഷമാണ് എനിക്ക് ഇത്രയും റോ ആൻഡ് ഇൻറ്റൻസ് ആൻഡ് പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ കിട്ടിയത്. ആസ് എൻ ആക്ടർ, ഐ തിങ്ക് എല്ലാ ആക്ടേഴ്സിനും ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു കാര്യമാണ് മുരളിച്ചേട്ടൻ എഴുതിയ ഒരു കഥാപാത്രം അവതരിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. കൃഷ്ണകുമാരേട്ടനും മുരളിച്ചേട്ടനും ഭയങ്കര ക്ലിയർ ആയിരുന്നു കാർത്തി എന്ന ക്യാരക്ടർ എങ്ങനെയാണ്
കഥയിൽ അവരുടെ ഇമോഷൻസ് എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്, അവർ കഥയിൽ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്ന് രണ്ടുപേർക്കും ഭയങ്കര വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ എക്സൈറ്റ്മെന്റ് അവരോട് കൊളാബറേറ്റ് ചെയ്യുക എന്നുള്ളതിലായിരുന്നു. പിന്നെ സൗത്ത് ഇന്ത്യയിലെ പല ഇൻഡസ്ട്രീസിൽ വർക്ക് ചെയ്യുന്ന പ്രഗത്ഭരായ ആക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയായിരുന്നു ഇത്. ആര്യ സാർ ആണെങ്കിലും സുനിൽ സാർ ആണെങ്കിലും പിന്നെ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിലെ ഏറ്റവും പേരെടുത്ത ആക്ടേഴ്സ് ആണെങ്കിലും ഇവരുടെ എല്ലാവരും കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ആനന്ദൻകാടിലൂടെ എനിക്ക് കിട്ടിയത്. കുറെ നാളായി സിനിമ റിലീസിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നു. അപ്പോൾ ഇത് ഫൈനലി ഓഡിയൻസിലേക്ക് എത്തുവാണ്. ഇങ്ങനത്തെ ഒരു വലിയ ക്യാൻവാസിലുള്ള ഒരു മലയാള സിനിമ ഇറങ്ങിയിട്ട് കുറച്ചായി എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ ഓൺ എ ബിഗ് ക്യാൻവാസ്, ഒരു പ്രോപ്പർ എന്റർടൈനർ ആണ് ഞങ്ങൾ 25-ാം തീയതി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണും, തിയേറ്ററിൽ തന്നെ കാണും എന്ന് വിശ്വസിക്കുന്നു. ഇറ്റ്സ് മെന്റ് ടു ബി എ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ്. ഫുൾ കാസ്റ്റ് ആൻഡ് ക്രൂ അങ്ങനെ ഉദ്ദേശിച്ച് തന്നെയാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കാണുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇപ്പോഴാണ് എനിക്കത് സ്ട്രൈക്ക് ചെയ്തത്. ആക്ച്വലി എൻ്റെ ആദ്യത്തെ സിനിമ തരംഗം പ്രൊഡ്യൂസ് ചെയ്തത് വണ്ടർ ബാർ ഫിലിംസും മിനി സ്റ്റുഡിയോ ആയിരുന്നു. അപ്പോൾ മിനി സ്റ്റുഡിയോയുടെ കൂടെയുള്ള ഒരു സെക്കൻഡ് അസോസിയേഷൻ ആണ് അനന്തൻകാട്. അപ്പൊ അങ്ങനെ ഒരു കണക്ഷനും കൂടി ഉള്ളത് ഭയങ്കര ഒരു സന്തോഷം തരുന്ന കാര്യമാണ്. അപ്പോൾ എല്ലാവരും 25-ാം തീയതി മുതൽ അനന്തൻകാട് തിയേറ്ററിൽ കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. Kindly excuse me my Malayalam. എനിക്ക് വളരെ സന്തോഷമുണ്ട്. അനന്തൻകാട് മൂവി എൻ്റെ മലയാളം ഡെബ്യൂ ആയിട്ട് വന്നിട്ടുണ്ട്. കുറേ വർഷങ്ങളായിട്ട് എനിക്ക് കുറേ എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു, കുറേ ഡിസ്കഷൻ ആയിട്ടുണ്ട്. പക്ഷേ I always had a fear to debut in Malayalam because we have a great respect for Malayalam movies in Karnataka. So I was very conscious എനിക്ക് എൻ്റെ ഡെബ്യൂ മലയാളത്തിൽ നല്ല പടമായിരിക്കണമെന്ന്. ഫസ്റ്റ് എനിക്ക് ഇങ്ങനെ കോൾ വന്നപ്പോൾ ഞാൻ ഫസ്റ്റ് കണ്ടത് മുരളി ഗോപി സാറിന്റെ പേരാണ്. ആക്ച്വലി നിങ്ങളുടെ ഫാനാണ് സാർ നിങ്ങളുടെ റൈറ്റിങ്ങിന്. സോ ദാറ്റ് വാസ് ഫോർ ദ ഫസ്റ്റ് റീസൺ. പിന്നെ അറിഞ്ഞത് എനിക്ക് ജിയൻ സാറിന്റെ ടിയ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, പൃഥ്വിരാജ് സാറിന്റെ. സോ ഐ ലൈക്ക് ദാറ്റ് ഫിലിം. സോ തേർഡ് പോയിന്റ്, ജിയൻ സാർ പറഞ്ഞു അജനീഷ് എനിക്ക് ബഹളം വേണ്ട എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കും വേണ്ട സാർ, എനിക്കും ഇഷ്ടമില്ല. സോ മ്യൂസിക് എനിക്ക് ഐ ആം എ വെരി സോഫ്റ്റ് ഗൈ. പക്ഷെ ഇന്റൻസ് ഉണ്ടാവും മ്യൂസിക്കിൽ, പക്ഷെ ബഹളം വേണ്ട എന്ന് പറഞ്ഞപ്പോ ദാറ്റ് വാസ് ദ തേർഡ് റീസൺ ഐ അക്സെപ്റ്റഡ്. ആൻഡ് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷേ അനന്തൻകാട് എനിക്ക് ഡെബ്യൂ ചെയ്യുന്നത് മലയാളത്തിൽ. പടം is ready for release. There's an amazing story, amazing writing, amazing direction, amazing performances with all the artists. And Arya sir is very intense in the movie. Actually, Indran Chetan was like, in the Kankudi Vedavanam, Yam background score. Very rarely it happens. It happened to me in Kantara when I saw Rishabh Shetty's performance in the climax. And music chain board onne namakku or Kankudi Vedavanam vantu in this Chetan performance kanditana. I was really moved. The movie has come out really well. I'm very happy and satisfied by my work and by the movie. And I thank Mini Studios and Vinod Kumar sir for this opportunity. Thank you Jian sir, thank you Murli sir, thank you Arya sir, and all of the artists has done really well. I'm so happy. And I ellarum 25th June തിയേറ്ററിൽ വന്നിട്ട്, ബിക്കോസ് ഇത് തിയേറ്ററിൽ കാണാൻ പടമാണ്, തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സൗണ്ടാണ്. Please do come. And my mix engineer Vishnu has done an amazing soft mix but very intense sound. So I'm so happy. Thank you so much. Please bless us. Thank you. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. മാത്രമല്ല ഇത്ര വലിയ പടത്തിന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ എന്നെ മനസ്സിലായി. ഞാനാട്ടോ നിൽക്കണം, ഞാനാണ്. ആർക്കും മനസ്സിലായില്ല എന്ന് പറഞ്ഞ. അപ്പോൾ 25-ാം തീയതി പടം റിലീസാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ട് സീരിയ. താങ്ക് യു. ഞാനത് പല വേദികളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒരു ഞാൻ എഴുതിയ സിനിമയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു സിനിമയെക്കുറിച്ച് ഏറ്റവും കുറച്ച് സംസാരിക്കേണ്ടത് എൻ്റെ റൈറ്ററാണ്. കാരണം ഒരു എക്സ്പെക്ടേഷനിൽ മാത്രമേ റൈറ്ററിന് ഇരിക്കാൻ പറ്റൂ.
ചെയ്തത് നന്നായി എന്ന വിശ്വാസത്തിൽ, അത് സ്വീകരിക്കപ്പെടുമെന്നുള്ള വിശ്വാസത്തിൽ ഇരിക്കാൻ മാത്രമേ ഒരു റൈറ്ററിന് അവകാശമുള്ളൂ. എന്നിരുന്നാലും അനന്തൻ കാട് എന്ന ഈ ചിത്രം എൻ്റെ ഹൃദയത്തിൽ വളരെ അടുത്തുള്ളൊരു സിനിമയാണ്. ഇതിൻ്റെ കഥാതന്തു വളരെ മുമ്പ് വന്ന് വീണൊരു കാര്യമാണ്. ഇത് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് തിരുവനന്തപുരത്ത്, നിങ്ങൾക്കറിയാമെന്ന് അറിയില്ല, തിരുവനന്തപുരത്തിൻ്റെ ഒരു പുരാതനമായ നാമമാണ് അനന്തൻ കാട് എന്ന് പറയുന്നത്. എല്ലാ നഗരങ്ങളും ഒരു കാലത്ത് വലിയ വനങ്ങളായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഈ കെട്ടിപ്പടുത്ത മോഡേണിറ്റിയുടെയും സിവിലൈസേഷൻ്റെയും ഒക്കെ സർഫസ് സ്ക്രാച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഇതിനകത്തൊരു വലിയ വനത്തെ കാണാൻ പറ്റും. അപ്പോൾ ആ വന്യത എത്ര തന്നെ ഡെവലപ്മെന്റ് വന്നാലും, എത്ര തന്നെ മോഡേണിറ്റി വന്നാലും, നമ്മളുടെ ഹൃദയങ്ങളിൽ ആ വന്യത എപ്പോഴും അതുപോലെ തുടരുന്നു എന്നുള്ളത് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു സിനിമയായിരിക്കും അനന്തൻ കാട്. പിന്നെ ടിയാന് ശേഷം എൻ്റെ സഹോദരൻ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാരുടെ ഒരാളാണ് കൃഷ്ണകുമാർ. അപ്പൊ കൃഷ്ണകുമാറിന് വേണ്ടി ഈ ഒരു സിനിമ ടിയാൻ കഴിഞ്ഞ ഉടനെ ഞങ്ങൾ ടിയാൻ ചെയ്തപ്പോൾ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ടായിരുന്നു, വേദാന്തവും സ്പിരിച്വാലിറ്റിയും. അപ്പൊ അന്ന് ഞാൻ അത് കഴിഞ്ഞപ്പോൾ കൃഷ്ണകുമാർ ഒരു വാക്ക് കൊടുത്താണ്, എൻ്റെ ഹൃദയത്തിന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന തിരുവനന്തപുരത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഞാൻ കണ്ടതും കേട്ടറിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചേർത്തിട്ടുള്ള ഒരു കഥ ഞാൻ എനിക്ക് തരാം, അതായിരിക്കും നമ്മുടെ സിനിമ എന്ന് പറഞ്ഞതാണ് രണ്ടാമത്തെ സിനിമ. അതിനുശേഷം ഇപ്പോ 8 വർഷത്തിന് ശേഷമാണ് അത് സാധ്യമായത്. ഒരു വലിയ ക്യാൻവാസിലുള്ള ചിത്രമാണ്, ഇതിന് വലിയ പ്രൊഡക്ഷൻ വാല്യൂസ് ആവശ്യമാണ്. അപ്പൊ അതിന് തയ്യാറായി വന്ന മിനി സ്റ്റുഡിയോസിലെ വിനോദ് കുമാറിനോട് എന്നെ നന്ദി അറിയിക്കുന്നു. ഇതിലെ ഓരോ കഥാപാത്രവും, എൻ്റെ മുമ്പിലിരിക്കുന്ന ആര്യ, അപ്പാനി ശരത്, ദേവ്മോഹൻ, ശാന്തി, നിഖില, ഇന്ദ്രസേട്ടൻ എന്ന് പറയുന്നത് എൻ്റെ ചങ്ക. ഞങ്ങള് അഭിനയിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു എനർജി, ഞങ്ങൾ 8 സിനിമയായി എന്നാണ് എൻ്റെ കണക്കുകൂട്ടൽ എനിക്ക് മനസ്സിലാവുന്നത്. 8ാമത്തെ സിനിമ എന്നുമാണ്. ഓരോ തവണ ഇന്ദ്രസേട്ടൻ കാണുമ്പോഴും ഒരു എനർജി എനിക്ക് ഇന്ദ്രസേട്ടൻ്റെ കിട്ടാറുണ്ട്. ഇന്ദ്രസേട്ടൻ്റെ ഒരു നൈസർഗികമായ എല്ലാം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇന്ദ്രസേട്ടനോട് വർക്ക് ചെയ്യാൻ. അതുപോലെ ഇതിലെ ഓരോ കഥാപാത്രത്തിനും തികച്ചും അനുയോജ്യരായിട്ടുള്ളവരെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ആര്യ, ഞാൻ കടവുൾ എന്ന് പറയുന്ന ബാലാസാറിന്റെ സിനിമ ഞാൻ കാണുന്ന മോമെന്റ് തൊട്ട് ഈ കഥാപാത്രത്തിന്റെ ആദ്യത്തെ വാക്കുകൾ കടലാസിൽ പതിഞ്ഞ നേരം തൊട്ട് എൻ്റെ മനസ്സിലുള്ള ഒരു മുഖമാണ് ഇത്, എൻ്റെ മനസ്സിലുള്ള ഒരു ശാഠ്യമാണ് ഇത് ആര്യ തന്നെ ചെയ്യണം എന്നുള്ളത്. കാരണം ഹിസ് ഇന്റൻസ് ഐസ്, ദ കൈൻഡ് ഓഫ് ഗ്രാവിറ്റാസ് ദാറ്റ് ഹി ബ്രിങ്സ് ടു ദ ടേബിൾ, ഇതൊക്കെ വളരെയധികം ആവശ്യമുള്ളൊരു കഥാപാത്രമാണ് ഇതിലെ മെയിൻ ക്യാരക്ടറായ വെട്ടിയുടെ ക്യാരക്ടർ. പിന്നെ നമ്മുടെ ഡിയർ സോൾസ്, അപ്പാനി, ദേവ്, എല്ലാവരും ഇതിന് അനുയോജ്യരായിട്ടുള്ള നടന്മാരാണ്. ശാന്തി, അതിൽ ഏറ്റവും ഇന്റൻസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ശാന്തി ചെയ്യുന്നത്. എനിക്ക് ഒരു റൈറ്ററിനെ സന്തോഷിപ്പിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് വളരെ പാടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് എന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴും ഞാൻ ഉൾപ്പെടെ ഉള്ളത് അത് ശരിയാണോ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുള്ളതാണ്. ഞാൻ ചെയ്യുന്ന ക്യാരക്ടേഴ്സ്, ഞാൻ എൻ്റെ കഥാപാത്രം ചെയ്യുമ്പോഴും ബാക്കി ആരും ചെയ്താലും എപ്പോഴും ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാ നടന്മാരും ഇതില്, അഞ്ജലി, സാബു, എല്ലാവരും ഇവിടെ സന്നിഹിതരായിട്ടുള്ളവരുടെ പേര് ഞാൻ പറയുന്നില്ല എന്നുള്ളൂ, വിജയരാഘവൻ ചേട്ടൻ, സുനിൽ, എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി ഞാൻ പറഞ്ഞുകൊള്ളുന്നു. പിന്നെ ഒരു സിനിമ അതിന്റെ സ്കോറും അതിന്റെ സിനിമാറ്റോഗ്രാഫിയും അതിന്റെ സൗണ്ട് ഡിസൈനും ബാക്കി എല്ലാ മേഖലകളും കൂടെ ഒത്തൊരുമിച്ച് വന്നില്ല എന്നുണ്ടെങ്കിൽ ആ സിനിമ പരിപൂർണമാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പൊ എൻ്റെ സിനിമാറ്റോഗ്രാഫറായ യുവ, സൗണ്ട് ഡിസൈനേഴ്സായ വിഷ്ണു, അരുൺ, പിന്നെ അജ്നേഷ്. സ്കോർ ആണ് ഒരു സിനിമയുടെ പാരലൽ നെറേറ്റീവ്, സെക്കൻഡ് നെറേറ്റീവ് എന്ന് പറയുന്നത്. സ്കോർ ഫെയിൽ ചെയ്ത സ്കോറിന് ഒരു പാരലൽ സ്റ്റോറി ടെല്ലിംഗ് ഉണ്ട് എപ്പോഴും ഒരു സിനിമയിൽ. ഞാൻ മ്യൂസിക്കിനാണ് ഇപ്പൊ എഴുതുന്ന സമയത്ത് വരെ എനിക്ക് മ്യൂസിക് കേട്ടുകൊണ്ട് എഴുതുന്ന ഒരാളാണ് ഞാൻ. കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ ഉള്ളിൽ കേട്ടുകൊണ്ട്. അപ്പൊ സ്കോറിനെ കുറിച്ചും സ്കോറിന് സിനിമയ്ക്ക് കൊടുക്കുന്ന ഒരു പാരലൽ നെറേറ്റീവിനെ കുറിച്ചും എപ്പോഴും വളരെയധികം ബോധവാനായുള്ള എഴുത്തുകാരനാണ് ഞാൻ. ആ നിലയിൽ
ഇതിന്റെ സ്കോറിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇത് ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഈ 25-ാം തീയതി തിയേറ്ററിലെത്തിയാണ്. ഒരു വലിയ ഓഡിയോ വിഷ്വൽ ഡിസൈൻ ഉള്ള സിനിമയാണിത്. അതുകൊണ്ട് ഇത് തിയേറ്ററിൽ തന്നെ നിങ്ങൾ ചെന്ന് കാണണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി. താങ്ക് യു. നമസ്കാരം. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ ഷൂട്ടിങ്ങിന് 10,000-4,000 പേര് വെച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്കിങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിട്ടില്ല. എനിക്ക് നിന്ന് ഈ വേദിയിൽ നിന്ന് സംസാരിക്കാൻ വലിയ പാടുള്ള ആളാണ്. ഇവിടെ എല്ലാവരും ഒന്ന് സംസാരിക്കുമ്പോഴൊക്കെ ഞാൻ എന്താ പോയി പറയേണ്ടത് എനിക്ക് വലിയ പ്രയാസമുള്ള ആളാണ്. എന്നാലും എൻ്റെ ഡയറക്ടർ ആയതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഈ സിനിമ ഒരു 2 വർഷം മുമ്പ് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ഇങ്ങനൊരു സിനിമ ഉണ്ടെന്ന് ചെയ്യാൻ കഴിയുമ്പോൾ തന്നെ മുരളിച്ചേട്ടനും ഞാനും കൂടെ ഒരു സിനിമ ചെയ്യുന്നതിനെ കുറിച്ചൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു, സംസാരിച്ചിരുന്നു, നമ്മൾ ചെയ്യുന്നു എന്ന് പറഞ്ഞിരുന്നു. പിന്നെ പല കാരണങ്ങളും കൊണ്ട് മുരളിച്ചേട്ടന്റെ തിരക്കുകൾ കാരണവും ഞാൻ തമിഴിലാണ് അടുത്ത സിനിമകൾ ചെയ്ത് കുറച്ച് നീണ്ടുപോയി. പക്ഷെ ഈ സിനിമ സംഭവിക്കാൻ കാരണം മുരളിച്ചേട്ടൻ എന്നുള്ള ഒരാളുള്ളത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ ഇങ്ങനൊരു സിനിമ സംഭവിക്കില്ല, ഇങ്ങനൊരു സിനിമയിലേക്ക് പോകില്ല. മുരളിച്ചേട്ടൻ പറഞ്ഞതുപോലെ എനിക്ക് എൻ്റെ സ്വന്തം എനിക്കൊരു ചേട്ടനുണ്ട്. എൻ്റെ ഏറ്റവും മൂത്ത ചേട്ടനായിട്ട് ഞാൻ എപ്പോഴും കാണും. ഞങ്ങൾ കണ്ടുമുട്ടിയിട്ട് ഏകദേശം ഒരു 10-13 വർഷത്തിന് മുമ്പാണ്. പക്ഷെ ആ കാഞ്ചി എന്ന് പറയുന്ന സിനിമയിലാണ്. അന്ന് മുതൽ ഞങ്ങൾ തമ്മിൽ ഒരു ബോണ്ടിങ് ഉണ്ട്. ഞാൻ എപ്പോഴും എനിക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലോ എന്ത് വിഷമങ്ങളുണ്ടെങ്കിലോ എപ്പോഴും ഷെയർ ചെയ്യുന്ന ഒരാളാണ് മുരളിച്ചേട്ടൻ. അപ്പൊ അതെപ്പോഴും ഒരു അഡ്വൈസ് ചെയ്യിക്കുന്ന എൻ്റെ ഒരു മൂത്ത ചേട്ടനായിട്ട് എപ്പോഴും കാണാറുണ്ട്. എൻ്റെ വിജയങ്ങളിലും എൻ്റെ പരാജയങ്ങളിലും എപ്പോഴും ഇതെല്ലാം ജീവിതത്തിലുള്ളതാണെന്ന് എന്നോട് പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരാളാണ്. അപ്പോ മുരളിച്ചേട്ടൻ ഇല്ലെങ്കിൽ തന്നെ ഞാൻ ചിലപ്പോൾ ഇവിടെ നിന്ന് ഈ സിനിമയ്ക്ക് വേണ്ടി സംസാരിക്കാനും പറ്റില്ലായിരിക്കും. പിന്നെ ഇങ്ങനൊരു സിനിമ ഒരു പ്ലാൻ ഉണ്ടാവുകയും ഇങ്ങനൊരു വലിയൊരു ക്യാൻവാസ് ആണെന്ന് തീരുമാനിക്കുകയും ഇതൊരു വലിയ സിനിമയാണെന്ന് നമ്മൾ തീരുമാനിച്ച മൊമെന്റില് ഇതിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വന്ന വിനോദ് കുമാർ, വിനോദുമായിട്ട് അതിന് മുമ്പ് ഞങ്ങളൊരു ചെറിയൊരു പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ വിനോദിനെ കുറച്ച് മുമ്പേ അറിയാം. അപ്പോൾ വിനോദിനോട് ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു, ഇങ്ങനെ ഒരു വലിയ പ്രോജക്റ്റ് ആണെന്ന്. അപ്പൊ ഡെഫിനറ്റ് ആയിട്ട് ഇത് വിനോദ് ഇല്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഈ പ്രോജക്റ്റ് മൗണ്ട് ചെയ്ത് വരില്ലായിരുന്നു. പിന്നെ അടുത്ത ആര്യ സാർ, ഞങ്ങളിങ്ങനെ മുരളിച്ചേട്ടൻ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഒരു തോട്ട് സംസാരിച്ചു തുടങ്ങി. ഫസ്റ്റ് ഇങ്ങനെ വെട്രി എന്നൊരു കഥാപാത്രം അതിനകത്ത് രൂപപ്പെടുമ്പോൾ തന്നെ എന്നോട് മുരളിച്ചേട്ടൻ പറഞ്ഞിരുന്നു ഇത് ആര്യാണ് ചെയ്യേണ്ടതാണ്. അപ്പൊ വിനോദുമായിട്ട് അതിന് മുമ്പുള്ള സിനിമ ചെയ്ത എനിമി ചെയ്തിട്ടുണ്ട്. അപ്പൊ വിനോദിനോട് സംസാരിക്കാൻ അങ്ങനെ ആര്യ സാറിനോട് പോയി ആദ്യം ഒരു തോട്ടാണ് പറയുന്നത്. കേട്ടപ്പോൾ തന്നെ ആര്യ സാർ ഓക്കെ പറഞ്ഞു. അതിനുശേഷം ഡീറ്റെയിൽ സ്ക്രിപ്റ്റ് കേട്ടു. എന്നെ സംബന്ധിച്ചിടത്തോളം ആ മൊമെന്റ് എല്ലാം കഴിഞ്ഞു പോയി. എനിക്ക് ഉള്ളിലൊരു ആര്യ സാറാണ് ചെയ്യുന്നത്, അത് നമുക്ക് ഡൗട്ടില്ല, ചെയ്യുന്നുണ്ട്. പക്ഷേ ആര്യ സാറിനെ ഇതിന് ഞങ്ങൾ ഫസ്റ്റ് ഷൂട്ട് ചെയ്യുന്നത് തന്നെ ഒരു വലിയ സീക്വൻസിലാണ് ഷൂട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. ഇതിനുള്ള ഒരു വലിയ സീക്വൻസിൽ തുടങ്ങുന്നത് കുറച്ച് ഫിസിക്കലി മെന്റലി ഒക്കെ കുറച്ച് സ്ട്രെയിൻ ചെയ്യുന്ന ഒരു സീക്വൻസ് ആണ്. ആ സീക്വൻസ് ഷൂട്ട് ചെയ്യുമ്പോഴും എല്ലാം എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉള്ളിലുണ്ട്, ഇതാ സാറ് ചെയ്ത് ആ ക്യാരക്ടറിലേക്ക് വന്നത് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ മൊമെന്റും കഴിയുമ്പോൾ എന്താണോ മുരളിച്ചേട്ടൻ എന്നോട് പറഞ്ഞത്, സ്ക്രിപ്റ്റിൽ പറഞ്ഞത് അല്ലെങ്കിൽ എഴുതിയിട്ടുള്ളത്, അതിന്റെ മേലെയായിരുന്നു ആര്യ സാറ് ഓരോ സീക്വൻസും ചെയ്ത് പൊക്കൊണ്ടിരുന്നത്. ഇതിപ്പോ റൗണ്ട് അപ്പ് ചെയ്ത് ആ സിനിമ കഴിയുമ്പോൾ ആ വെട്രി എന്നുള്ള കഥാപാത്രം എത്ര വളരെ മനോഹരമായിട്ട് ആര്യ സാർ ചെയ്തിട്ടുണ്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഇതിനകത്തുള്ള ഓരോരുത്തരെ പറ്റിയും പറയാനുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ള ഒരാൾ ഇന്ദ്രൻ സേട്ടനാണ്. ഇന്ദ്രൻ സേട്ടൻ അതുപോലെ 2-3 പേരുണ്ട് ഈ സിനിമയിലേക്ക്. ഇതിന്റെ ഒരു എഴുത്ത് തുടങ്ങുന്നതിന് മുമ്പേ മുരളിച്ചേട്ടൻ സ്റ്റോറി പറഞ്ഞ് അതിന്റെ ഒരു സ്ക്രിപ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ഈ കാസ്റ്റ് ലിസ്റ്റിലേക്ക് വന്നത്. അതിലൊരാളാണ് ഇന്ദ്രൻ സേട്ടൻ. കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന കഥാപാത്രം ഇതാണ് എന്ന് പറയുന്ന മൊമെന്റിൽ ഞാൻ മുരളിച്ചേട്ടനോട് ഇരിക്കുമ്പോൾ ഇത് ഇന്ദ്രൻ സേട്ടനാണെന്ന് പറയുകയും അപ്പൊ തന്നെ ഇന്ദ്രൻ സേട്ടനെ മുരളിച്ചേട്ടൻ ഫോൺ ചെയ്യുകയായിരുന്നു. മുരളിച്ചേട്ടന്റെ ഫോണിലൂടെയാണ് ഞാൻ ഇന്ദ്രൻ സേട്ടനോട് സംസാരിക്കുന്നത്. നേരത്തെ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ മുതൽ ഇന്ദ്രൻ സേട്ടനോട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് കാലം. ഞാൻ ഡയറക്ടർ ചെയ്ത പടങ്ങളിലൊന്നും ഇന്ദ്രൻ സേട്ടൻ എന്നോട് വർക്ക് ചെയ്തിട്ടുമില്ല. അപ്പൊ ഞാൻ പഠിച്ചു തുടങ്ങുന്ന സിനിമയിൽ തന്നെ ഇന്ദ്രൻ സേട്ടനുണ്ട്.
അങ്ങനെ ഇന്ദ്രൻ ചേട്ടനോട് ഇങ്ങനെ ഒരു കഥാപാത്രം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ശരിയെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഇന്ദ്രൻ ചേട്ടനോട് അടുത്തൊരു കാര്യം പറഞ്ഞു, കാരണം ഒരു 100 ദിവസം ഈ സിനിമയ്ക്ക് വേണ്ടി വേണം എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ വിചാരിച്ചിരുന്നു ഇന്ദ്രൻ ചേട്ടൻ ആ സമയത്ത് അത് ചിലപ്പോൾ ഓക്കെ ആവാൻ സാധ്യതയില്ല, കാരണം ഇന്ദ്രൻ ചേട്ടൻ എല്ലാ പടങ്ങളിലും അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതല്ല. പക്ഷെ ഞങ്ങൾക്ക് വേണ്ടി 100 ദിവസം ഈ സിനിമയ്ക്ക് വേണ്ടി നിന്നു. മാത്രമല്ല കുറച്ച് ഫിസിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് ഇന്ദ്രൻ ചേട്ടൻ അത് ചെയ്തിട്ടുള്ളത്. ഓരോ ഷോട്ടിലും എനിക്ക് പറയുമ്പോഴൊക്കെ വിഷമമുണ്ട്, ഇത് എങ്ങനെയാണ് ഇന്ദ്രൻ ചേട്ടനോട് പോയി പറയേണ്ടത്, ഇത് എങ്ങനെ ചെയ്യും ഇന്ദ്രൻ ചേട്ടനെ ചെയ്താൽ അത് വിഷമാവോ എന്ന്. പക്ഷെ അതൊന്നും മറച്ചു വെക്കാതെ ഞാൻ പോയി പറയും ഇന്ദ്രൻ ചേട്ടാ ഇതാ ചെയ്യേണ്ടത്. പക്ഷെ ഞാൻ പറഞ്ഞത് ഒരു വിഷമവും ഇല്ലാതെ ഇന്ദ്രൻ ചേട്ടൻ എനിക്ക് വേണ്ടി ഈ സിനിമയിൽ അങ്ങേറ്റം ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ആ ക്യാരക്ടറിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ പറ്റാഞ്ഞിട്ടാണ്. അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ അതുപോലുള്ള ഇതിനകത്തുള്ള എല്ലാവരും ഓരോരുത്തരെയും പേരെടുത്ത് പറയാനുണ്ട്. ദേവ്, ശരത്, ശാന്തി പറ്റിയൊക്കെ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ശാന്തി അത്രയ്ക്ക് ഭയങ്കര ഇന്റൻസ് ആയ ഒരു ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത്. അത് എഴുതി വെച്ചതുപോലെ സ്ക്രീനിൽ വരണം എന്ന് ഒരുപാട് പ്രതീക്ഷയോടെയാണ് അത് ചെയ്യുന്നത്. അപ്പം ചില സമയത്ത് അത് അങ്ങനെ ഒരു മീറ്ററിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയ പ്രശ്നമാവുന്ന പല സീൻസുകളുമുണ്ട്. അത് വളരെ മനോഹരമായിട്ട് ശാന്തി ചെയ്തിട്ടുണ്ട്. അതുപോലെ വിജയരാജേട്ടൻ ഇതിനകത്ത് പലരുടെയും പേരുകൾ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. ഇതിനകത്ത് മുരളിച്ചേട്ടന്റെ സ്ക്രിപ്റ്റിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഒരു ചെറിയ ക്യാരക്ടർ പോലും, ഇപ്പോ നമ്മുടെ പൊടിയൻ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്, പൊടിയൻ പോലും ഇതിനകത്ത് ചെറിയ ക്യാരക്ടേഴ്സ് പോലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ഇവരെ വെച്ച് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഓരോ ക്യാരക്ടറിനും അവരുടേതായ ഡീറ്റെയിൽസും മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് അങ്ങനെയുള്ള കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ ഞാൻ ആർട്ടിസ്റ്റുകളെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ഈ സിനിമ ചെയ്യാൻ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത എൻ്റെ കൂടെയുള്ള ഒരു ക്രൂ ലിസ്റ്റ് ഉണ്ട്. അതാണ് എനിക്ക് പ്രധാനമായിട്ട് പറയേണ്ടത്. കാരണം 120 ദിവസം 125 ദിവസം ഞങ്ങൾ ഷൂട്ട് ചെയ്തു ഈ പടം. അതിനൊരു 6 മാസം മുമ്പേ എന്നോടൊപ്പം ട്രാവൽ ചെയ്തു. അതിനുശേഷം പോസ്റ്റ് പ്രൊഡക്ഷൻ സൈഡിലേക്ക് ട്രാവൽ ചെയ്തു. അതിട്ട് യുവ എൻ്റെ ക്യാമറമാൻ, കഴിഞ്ഞ 2 തമിഴ് സിനിമകളിലും എൻ്റെ ക്യാമറമാൻ ആയിരുന്നു. ഇപ്പൊ ഞാൻ അവരെല്ലാം ചൂസ് ചെയ്യുന്ന സമയത്ത് അവരെന്നോടൊപ്പം അവരെ വർക്ക് ഏറ്റവും നല്ല വർക്കുള്ള ആളുകളെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ എന്നോടൊപ്പം ഞാൻ എന്ത് മനസ്സിൽ കരുതുന്നോ അത് എടുത്തു തരാൻ പറ്റുന്ന ഒരാളായിരിക്കണം. അങ്ങനെ യുവയുടെ എക്സലന്റ് വർക്ക് ആയിരിക്കും ഇത്. അത് കഴിഞ്ഞാൽ എഡിറ്റർ രോഹിത്തൊക്കെ ഏകദേശം 2 വർഷമായിട്ട് ഇതിന്റെ പിന്നിലാണ്. ആക്ഷൻ മാസ്റ്റർ ശക്തി ശരവണൻ, അങ്ങനെ ഒരുപാട് പേരെ പറയാനുണ്ട്. രഞ്ജിത്തിനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. എൻ്റെ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്ത രഞ്ജിത്ത്, പ്രൊഡക്ഷൻ ഡിസൈനർ രഞ്ജിത്ത്. അങ്ങനെ ചിലപ്പോൾ പേരുകൾ ചിലപ്പോൾ വിട്ടുപോയേക്കാം. വിഷ്ണു, നമ്മുടെ സൗണ്ട് മിക്സിംഗ് വിഷ്ണു കാണിച്ചിട്ടുണ്ട്. അരുണ SFX. ഇങ്ങനെ ഇപ്പൊ ഞാൻ ഈ പറയുന്ന ആളുകളെല്ലാം ഈ സിനിമയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാണ്. സിനിമ നമുക്ക് കാണുമ്പോൾ അറിയാം സൗണ്ട് ഡിസൈൻ എല്ലാം. ഞാൻ പറയാൻ മാറ്റിവെച്ച് പോയ ഒരാളാണ് അജനീഷാണ്. ഇതില് എനിക്ക് അജനീഷ് വേണം ഇതിന്റെ മ്യൂസിക് എന്ന് ഞാൻ തീരുമാനിക്കുന്ന സമയത്ത് എനിക്ക് അജനീഷിനെ കോണ്ടാക്ട് ചെയ്യാൻ ഒരു വഴിയില്ല. എനിക്ക് എൻ്റെ നമ്പറില്ല. ഇവിടെ ആരോടും ചോദിച്ചാൽ ഇവിടെ ആരെ കയ്യിലും നമ്പറില്ല. അങ്ങനെ ഞാൻ പല വഴി നോക്കി അജനീഷിന്റെ നമ്പർ എടുത്ത് ഞാൻ ഡയറക്റ്റ് വിളിക്കുകയായിരുന്നു. വിളിച്ചപ്പോൾ അജനീഷിന്റെ ആദ്യത്തെ ചില തിരക്കുകളൊക്കെ പറഞ്ഞു. അതിനുശേഷം ഞാൻ പറഞ്ഞു, അജനീഷ് എന്നെ ഈ സിനിമ ചെയ്യണം, ഇങ്ങനെ വിളിച്ചെടുത്ത സ്ക്രിപ്റ്റാണ്, ഞാൻ ഡയറക്റ്റ് ചെയ്തതാണ്. അതിനുശേഷം ഞാൻ തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ചെയ്യില്ലായിരിക്കാൻ. ഒരു ദിവസം ഈവനിങ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഞാനിത് ചെയ്യുന്നുണ്ട്, എന്താ കാര്യം? എനിക്ക് നിങ്ങളോട് സംസാരിച്ചപ്പോൾ എന്തൊരു ബോണ്ടിങ് ഫീൽ ചെയ്യുന്നത്, അതുകൊണ്ട് ഞാനിത് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അജനീഷ് വരുന്നത്. അജനീഷ് ഒരു സമയത്തും നമ്മൾ എന്താണോ മനസ്സിൽ കാണുന്നത് അത് അതിമനോഹരമായിട്ട് അജനീഷ് എൻ്റെ RR ചെയ്യുമ്പോൾ ഞാൻ പറയേണ്ട കാര്യമില്ല. അതിനാണ് അജനീഷിനെ കൊണ്ടുവന്നത്. ഞാൻ എന്തിനാണോ അജനീഷിനെ കൊണ്ടുവന്നത് ഈ സിനിമയിൽ, അത് വളരെ ഹാപ്പിയാണ്, അത് ഫുൾഫിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയ എന്റെ കൂടെ ഇതിന്റെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്, മേക്കപ്പ് മാൻ, കോസ്റ്റ്യൂമർ, പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളർ പ്രണവ്, ഇവരെല്ലാവരുടെയും ചില ആളുകളുടെ ആരുടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല.
ബിനോയ്, CG എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് എനിക്കിത് ചെയ്യാൻ പറ്റിയത്. ഞാൻ 25-ാം തീയതി സിനിമ വരികയാണ്. തിയേറ്ററിൽ എല്ലാവരും കാണുക. ഇത് തിയേറ്ററിൽ തന്നെ കാണേണ്ടതാണ്. പിന്നെ ഒരു ഡയറക്ടർ, എല്ലാ ഡയറക്ടേഴ്സും പറയുന്നതാണ് ഇത് എല്ലാവരുടെയും സിനിമ കാണണം, മനോഹരമാണ്. അങ്ങനെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ കാണും സിനിമ. കൂടുതൽ ഒരു ഡയറക്ടർക്ക് പറയാൻ പറ്റില്ല. അത് എന്തായാലും നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന, ഇഷ്ടപ്പെടുത്തുന്ന സിനിമയായിരിക്കും. അപ്പോൾ ഏകദേശം ഇതിന്റെ ഡബിങ് സ്റ്റേജിലാണ് മുരളിജിന്റെ റൈറ്റർ മുരളിച്ചേട്ട ഈ സിനിമ കാണുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഓൾമോസ്റ്റ് ഒരു ഫൈനൽ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പ്രാവശ്യം കണ്ടു. ഞാൻ അന്ന് മുരളിച്ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ എന്റെ വർക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം ചേട്ടൻ വന്ന് കാണൂ സിനിമ. അതിനുശേഷം ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നുണ്ട് 6 months മുരളിച്ചേട്ടൻ്റെ തിരക്കിലേക്ക് പോയി. ഞാൻ ഇതിന്റെ ബാക്കി പോസ്റ്റ് പ്രൊഡക്ഷനും എല്ലാം ചെയ്യായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോ ഫസ്റ്റ് കോപ്പിയാക്കി സെൻസറിങ് കഴിഞ്ഞ് മുരളിച്ചേട്ടന് ഒരു 3 ദിവസം മുമ്പ് സിനിമ കാണിച്ചു. ഒരുപാട് പേര് സിനിമ കണ്ടിട്ടുണ്ട്. ഇതിന്റെ ടെക്നിക്കൽ ക്രൂവിലുള്ളവരും ബിസിനസ്സുമായി ബന്ധപ്പെട്ടും പലരും സിനിമ കണ്ടിട്ടുണ്ട്. അവരൊക്കെ അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്, ചില സജഷൻസ് പറഞ്ഞവരുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം ഞാൻ അതിനെല്ലാം വില കൊടുക്കുന്നു, നല്ലതും ചീത്തയും പറഞ്ഞ ആളുകളോട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം മുരളിച്ചേട്ടൻ സിനിമ തിയേറ്ററിൽ വന്നിരുന്ന് കാണുന്ന സമയത്ത് എനിക്കുള്ള ഒരു ടെൻഷനുണ്ട്. കാരണം ഈ സിനിമ എഴുതി വെച്ച് ഇത് ഇമാജിൻ ചെയ്ത് ഇത് ഉണ്ടാക്കിയാണെന്ന് പറയാം. ഈ സിനിമ അദ്ദേഹം കണ്ടിട്ടുള്ള ഒരു സിനിമയുണ്ട്, അദ്ദേഹം ഇമാജിൻ ചെയ്തൊരു സിനിമയുണ്ട്. അപ്പൊ ആ സിനിമ ഒരു ഡയറക്ടർക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയോ എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ടെൻഷൻ. എനിക്ക് വേറെ മറ്റെല്ലാവരും പറയുന്നതിനെക്കാളും അതിന്റെ റൈറ്റർ അല്ലെങ്കിൽ മുരളിച്ചേട്ടൻ അത് എനിക്കിഷ്ടമായി, അല്ലെങ്കിൽ അതിനകത്തൊരു കുഴപ്പമുണ്ട് എന്ന് പറയുന്ന സജഷനാണ് എനിക്ക് ഏറ്റവും വാല്യൂഡ് ആയിട്ടുള്ളത്. അപ്പൊ ഒരു 3 ദിവസം മുമ്പാണ് കാണുന്നത്. പടം ഫുള്ള് കണ്ടു കഴിഞ്ഞിട്ട് എന്നോട് നന്നായി, കാരണം മുരളിച്ചേട്ടൻ വളരെ വിരളമായിട്ടേ അങ്ങനെ പറയാറുള്ളൂ, ഇല്ലെങ്കിൽ കൊള്ളില്ല നിങ്ങൾ സജഷൻസ് പറയാറുണ്ട്. അപ്പം അത് ഞാൻ എഴുതി വെച്ച റൈറ്റർക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നത്. എല്ലാവരും സിനിമ കാണുക, എല്ലാവർക്കും ഇഷ്ടപ്പെടുത്തുന്ന ഒരു സിനിമയായിരിക്കും. താങ്ക് യു.